ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലേതാ പുതിയൊരു അതിഥി എന്നല്ലേ, ഒരു അതിഥി വരുന്നുണ്ട് ഗൈസ്. പക്ഷേ എനിക്ക് കുറച്ച് പേടിയുള്ള അതിഥിയാണ്, അങ്ങനെ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ചിക്കനൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലോട്ടും തുമ്പി കളിയിലാണ്. ഇതാ സോഫേൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. കുട്ടികളും കൂടെ ആകുമ്പോൾ പറയണ്ടല്ലോ, ഫുൾ അലമ്പാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു തുണി എടുത്ത് വിരിച്ചിടുക ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ എനിക്ക് ചുമയാണ് ഗൈസ്. ഓക്കെ, അല്ലോട്ടിനും തുമ്പി കൂടെ പുറത്ത് തേന്തി നോക്കുന്നത് എന്താ അറിയോ, പുതിയ ആൾ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അവിടെ പോയി നോക്കാം. കല്യാണി വീട്ടിൽ നിന്ന് വന്നാണ്. കല്യാണീൻ്റെ അച്ഛനും ഉണ്ട് കേട്ടോ, രാജീവ് അച്ഛനും ഉണ്ട്. തുമ്പിമോൾ ഇത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, കല്യാണിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുതിയ ആൾ ആരാന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ലെവലല്ല, ലെവൽ ഇവിടുത്തെ പഴയതാണ്. ഓക്കെ, അച്ഛനും അല്ല, അച്ഛനും പഴയ ആളാണ് കേട്ടോ. ഓക്കെ, അച്ഛൻ ഹായ് ഒക്കെ തരുന്നുണ്ട്. നമുക്ക് കാണാം, ആളെ കാണാം കേട്ടോ. നമ്മൾ പേരൊന്നിട്ടിട്ടില്ല. ഇതാ ഒരു കുഞ്ഞാശാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആശാനല്ല, ആശാത്തി പെണ്ണാണ് കേട്ടോ, പട്ടിക്കുട്ടിയാണ്. ഓക്കെ, അപ്പം ആർക്കെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ സജഷൻസ് പോരട്ടെ കേട്ടോ, കമൻറ്റ് ചെയ്യേ. അടിപൊളി പേരുകളുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് പേരിടണം എന്നുള്ളത്. ആള് പെട്ടെന്ന് വീട് മാറിയതിൻ്റെ ഒരു അങ്കലാപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിപ്പോൾ ഇത്രയും ദിവസം കല്യാണിൻ്റെ വീട്ടിലായിരുന്നുണ്ടായിരുന്നു. അവിടെ 4 ദിവസമായിട്ട് അവരുടെ വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ ആയിരുന്നുണ്ടായിരുന്നത് കല്യാണിൻ്റെ കസിൻ്റെ വീട്ടിലാണ് കേട്ടോ ഈ പട്ടിക്കുഞ്ഞെന്നൊക്കെ വിളിച്ച് അടി കിട്ടും. പേരറിയില്ല, പേര് ഉറപ്പിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കണം, ആൾക്ക് ഇവിടെ എത്തിയിട്ടേ പുതിയ ആൾക്കാരും പുതിയ സ്ഥലമൊക്കെ ആയിട്ട് ആകെ ഒരു അങ്കലാപ്പിലായി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ക്യൂട്ടാണ്. എനിക്കിങ്ങനെ ദൂരേന്ന് കാണാനും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഞാൻ ഉണ്ടാവും. അടുത്ത് പോകാൻ എനിക്ക് പേടിയാണ്. ചിലപ്പോൾ മാറുമായിരിക്കും, പക്ഷേ ഇതുവരെ മാറിയിട്ടില്ല. ഇവിടെ മുമ്പും പട്ടികളുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ എനിക്ക് ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് പേടിയാണ്. അത് കഴിഞ്ഞതാണ് ഞങ്ങൾ ചിക്കനൊക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മേൻ്റെ അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അത് മുട്ടു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലൂസിനെ സ്നേഹിക്കുമ്പോൾ ഞാൻ അറിയാതെ വീഡിയോ എടുത്ത് അവളത് തിരിഞ്ഞ് നിൽക്കുന്നു. എൻ്റെ കുടുംബത്തിലെ എല്ലാ പിള്ളേരും ഇങ്ങനെ തന്നെയാണ്. ഞാൻ ക്യാമറയും കൊണ്ട് പോയാൽ മൂടേ കാണിച്ചു തരുള്ളൂ കേട്ടോ. നോക്കൂ, എങ്ങനെ നിൻ്റെ മൂഡ് കാണട്ടെ. നമുക്ക് മാറ്റാം. അതും ബെല്ലേ. എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ടോ ചേച്ചി? ഈ ഏതെങ്കിലും ഉറപ്പിക്കും ഇവിടെ. ഒരുത്തൻ പറയുന്നു ഓറിയോ, ഓറിയോ ബിസ്ക്കറ്റ് അല്ലേ? ലോഡിങ് കറക്റ്റ് ആ പോർഷൻ എടുക്കാൻ പറ്റില്ല എനിക്ക്. മോനെ മോളെ ഓ ആളൊരു പാവത്തിനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അല്ല അതിപ്പോൾ എന്ത് ചെയ്യാനല്ലേ, എന്നാലും ഞാൻ പറയണല്ലോ. അപ്പോൾ ആൾ പാവത്തിനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നില്ല. അച്ഛൻ എന്നോട് പോയി ടാറ്റൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അച്ഛനും അമ്മയും, കല്യാണിയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടം. ആദ്യം നമുക്കിവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു, നോവ. അങ്ങനെ കല്യാണി പോകുമ്പം പൂച്ചക്കുഞ്ഞിനെ അവിടെ വീട്ടിലാക്കി കൊടുത്തു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ അതിന് വയ്യാണ്ടായിട്ട് ചത്തുപോയിട്ടോ. പക്ഷേ എന്താണ് അങ്ങനെ. അപ്പം ഇവളും അവിടെ സെറ്റായിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ. എന്താ ഡാഡി അവിടെ യാത്ര അയക്കാൻ നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ അച്ഛൻ അപ്പോഴത്തേക്ക് രാജിവെച്ച പോകുമ്പോഴത്തേക്ക് റെഡിയായി നിൽക്കുന്നുണ്ട്. അച്ഛനൊന്ന് സംഘമാണ് ഗൈസ്. 2 മീറ്റിംഗ് ഉണ്ട്. ഇപ്പം അച്ഛൻ റിട്ടയർ ആയതിനു ശേഷം വീട്ടിലില്ല എന്നുള്ളതാണ് കഥ. അച്ഛൻ്റെ ഫുള്ള് മീറ്റിങ്സ്, സമരം, അത് ഇത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു വൈക്ക് അങ്ങ് പോയി കേട്ടോ. അങ്ങനെ ഞാനും തുമ്പിമോളും കൂടെ, തുമ്പിമോൾ ഫോൺ കണ്ട ഭയങ്കര ഇതാട്ടോ. പിന്നെ ക്യാമറ ഒക്കെ ഓണായി കഴിഞ്ഞാൽ കുറേ നേരമൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കൊഞ്ചി കളിക്കും. അവൾക്കും എനിക്കും വയ്യ കേട്ടോ. എനിക്ക് പനി, ജലദോഷം, ചുമയൊക്കെ ഉണ്ട്. തുമ്പിമോക്കും ഉണ്ട്. അല്ലൂട്ടൻ അങ്ങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സൈഡായെടുത്ത് എണീറ്റ് വരികയാണ്. ഞങ്ങളെല്ലാവരും ഈ അട്ടത്ത് കയറിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, നമ്മുടെ ആശാത്തിയെ അങ്ങനെ വേണം പറയാൻ, ആശാത്തിയെ കല്യാണി തുറന്നു വിടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ എനിക്ക് ഈ പിള്ളേരെ എടുത്തിട്ട് ഓടാൻ വയ്യ എന്നുള്ളതുകൊണ്ട് എനിക്ക് സത്യമായിട്ട് നല്ല പേടിയാണ് കേട്ടോ. ഇവിടെ റിച്ചു, ബ്ലാക്കും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഞാൻ അവരെ തുറന്നു വിട്ടാൽ ഞാൻ ഓടും. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് വൈശാട്ടിനും കട്ടയ്ക്കും മെയിൻ പരിപാടി അതായിരുന്നു. അതിനെ തുറന്നു വിടും, ഞാൻ ഓടി അകത്ത് കയറും. അങ്ങനെയാണ് അത്. ഇത്രയും കാലം അവിടെ നിന്നിട്ടും എനിക്ക് യാതൊരുവിധ മാറ്റങ്ങളും അതിലില്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. മൂപ്പര് വന്ന് നോക്കുന്നൊക്കെ ഉണ്ട്, ഇവിടെ എല്ലായിടത്തും നോക്കുന്നുണ്ട്. ഇത് എന്തത് സംഭവം, എവിടെ ഇത് സ്ഥലം എന്നൊക്കെ വെച്ച് നോക്കുകയാണ്. കാറിന് ചോട്ടിലേക്കൊക്കെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാറ് പിന്നെ അങ്ങനെ എടുക്കാറില്ലല്ലോ. എനിക്ക് ലൈസൻസ് ഉണ്ട്, എനിക്ക് 2 വീലർ 4 വീലർ ഒക്കെ ലൈസൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ലൈസൻസ് കട്ടാവും.
ജീവൻ പോയാൽ പിന്നെ കട്ടാവൂലേ. അതുകൊണ്ട് ഞാൻ ഇറക്കാറില്ല ഗൈസ്. എന്തിനാ വെറുതെ മറ്റുള്ളവർക്ക് നമ്മൾ ആരോ ഡിസ്റ്റർബൻസ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഇറക്കാറില്ല. ഓക്കെ, ഇനി ഇറക്കാന്ന് വെച്ചാൽ ഈ കാർ എന്തായാലും ഏട്ടനും കട്ടയും തരണ്ടാവില്ല, അവർക്ക് എന്നെ എത്രയും വിശ്വാസമാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ ഞങ്ങളിതാ അവിടെ ഇരുന്ന് കുറച്ച് നേരം എന്തൊക്കെയോ അത് അല്ലൂസ് സ്വന്തമായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞത് അവൾ കൊണ്ടുവന്ന സാധനമൊക്കെ മുകളിൽ എത്തിച്ചത് ഇങ്ങനെ മുകളിലേക്ക് താഴേക്ക് കയറി ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ പുതിയ ആൾ വന്നിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോസിൽ പുതിയ ആളെയും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേടി മാറിയാൽ അടുത്ത് കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.